മനസ്സും മാറുന്ന കാലവും മാറുന്ന ചിന്താഗതികളും ഇത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പറയാനുള്ള കാര്യം പറയുമ്പോൾ, ഇന്ന് എനിക്ക് ട്യൂഷൻ സെൻ്ററിൽ വെച്ച് ഞങ്ങൾക്ക് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സംസാരിച്ച കുറേ കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ ഒന്ന് സംസാരിക്കാം എന്ന് കരുതി എടുക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സാറ് പ്രിൻസിപ്പൾ പറഞ്ഞത് മാറി വന്ന കാലഘട്ടങ്ങളെക്കുറിച്ചാണ്. കാരണം കാലം മാറിയപ്പം കുട്ടികളിലുണ്ടായ മാറ്റം, രക്ഷിതാക്കളിലുണ്ടായ മാറ്റം, അവരുടെയൊക്കെ മനസ്സ് ഇന്ന് പഴയ രീതിയിലല്ല ചിന്തിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. പണ്ട് രക്ഷിതാക്കൾ കുട്ടികളുടെ അടുത്ത് എത്ര താല്പര്യമുണ്ടോ അതിനെക്കാട്ടിലും കുട്ടികളോട് താല്പര്യം കൂടി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കുട്ടികളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കുറേ നിർദ്ദേശങ്ങളൊക്കെ തന്നു സാറ്. അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ നേരത്തെ ഉണ്ടായ ഓരോരോ കാര്യങ്ങളുമൊക്കെ അങ്ങനെ സംസാരിച്ചു. പഴയ രീതിയിലൊന്നുമല്ല, നമ്മളപ്പോൾ അനുസരിച്ച് നിൽക്കണം കുട്ടികളോട്. രക്ഷിതാക്കൾക്ക് പ്രിയം എന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പം നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവാനായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടം രക്ഷിതാക്കളുണ്ട് എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ സാറ് സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഒരു യാത്രയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ 2 ടീച്ചേഴ്സുണ്ട്, ഇത്തിരി മുതിർന്ന ആളുകളാണ്. ബാക്കിയുള്ളവരെല്ലാം ഓരോരോ ഏജിലുള്ളവരുണ്ട്. അപ്പോൾ മുതിർന്ന ആളുകളെന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു പക്വതയായി, അവർക്ക് മക്കളൊക്കെ മരുമക്കളും കൊച്ചു കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ടീച്ചറുണ്ട്. അപ്പം ഇവർക്കൊക്കെ ഓരോ തലമുറ മാറുമ്പോഴും അവർക്കെല്ലാവർക്കും സംസാരിക്കാൻ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ യാത്രയെക്കുറിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് ചർച്ച ചെയ്യണം. അപ്പം രാവിലെ ഇന്ന് സ്റ്റാഫ് മീറ്റിംഗ് ആയതുകൊണ്ട് നേരത്തെ തന്നെ ഫുഡ്, അപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ചെല്ലല്ലേ, അതുകൊണ്ട് രാവിലത്തെ ഫുഡ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ രാവിലെ കുഞ്ഞിനുണ്ടാക്കി കൊടുത്ത് ഇത്തിരി കഴിക്കാനുണ്ടാക്കി അത് കഴിച്ചിട്ടാണ് പോയത്. ഒരു 10:30 കഴിഞ്ഞിട്ടാണ് ഫുഡ് അവിടെ നമുക്ക് കഴിക്കാനായിട്ടിരുന്നത്. അപ്പം കഴിക്കുന്നതിനിടയ്ക്കും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് യാത്രയെക്കുറിച്ച്. അപ്പം നാളെ വൈകുന്നേരം അവിടുത്തെ ഒരു സാറിൻ്റെ അനിയൻ്റെ കല്യാണത്തിന് റിസപ്ഷന് മറ്റാണ്. അപ്പോൾ എല്ലാവരും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചെന്നല്ലേ, എനിക്ക് എല്ലാവരും ഒന്നും അത്ര പരിചയമില്ല. ആ സാറാണെങ്കിൽ ഇന്ന് വന്നിട്ടില്ല, നാളെ കല്യാണത്തിൻ്റെ തിരക്കല്ലേ. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കുഞ്ഞുണ്ട്, അപ്പോൾ എപ്പോഴും നമ്മളങ്ങനെ ഇത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ 6 മണി സമയം, എനിക്ക് അങ്ങോട്ടുള്ള സ്ഥലവും അത്ര പരിചയമില്ല. അങ്ങനെയൊക്കെ എന്നുള്ളതുകൊണ്ട് എനിക്ക് പോയി കഴിഞ്ഞാൽ എപ്പോൾ തിരിച്ചെത്തും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് സാറിനെ പോലും അറിയില്ല. അപ്പം പറഞ്ഞു അങ്ങനൊന്നും ഇല്ല, ഓഫീസിലെല്ലാവരെയും കൂടെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറയുന്നത് കേട്ടപ്പം അവിടുത്തെ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞു, പുതിയ ആൾക്കാരെയൊക്കെ ഒഴിവാക്കി കൊടുക്കും, കുഴപ്പമില്ല. അപ്പം എനിക്ക് ആശ്വാസമായി. കാരണം നമ്മൾ ചെന്നുടനെ തന്നെ അത് തെറ്റായിട്ട് അല്ല, എനിക്ക് കുഞ്ഞ് എന്നുള്ളത് നമ്മൾ പോയിട്ട് വരുന്ന സമയം വൈകുമ്പോൾ അവൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല, രാത്രിയൊക്കെ അല്ലേ, അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പകലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വൈകുന്നേരം 6 മണിക്കാണ്. അപ്പം നമ്മൾ പോയി കുറച്ച് ദൂരമുണ്ട് ഇവിടെ നിന്ന്, പോയി വരണം, അതൊക്കെയാണ്. തിരിച്ചെത്തുന്ന സമയം ഒന്നത് മഴയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം മറ്റൊരു യാത്രയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഒരാളിങ്ങനെ പറയുന്നുണ്ട് അവരുടെ അമ്മയുടെ കാര്യം. അപ്പം അമ്മ ഇപ്പം വയ്യാതെ കിടക്കുകയാണ്. ഇപ്പോഴാണോ എനിക്കറിയില്ല, കുറച്ച് ഞാൻ കേട്ടുള്ളൂ. അപ്പം കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നത് ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വൈഫൈ ഉണ്ട്, ഫ്രീ ഉണ്ട്. അപ്പം ഞാൻ ഈ ഗൂഗിൾ ന്യൂസ് നോക്കുന്ന കൂട്ടത്തിലാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പം നമ്മുടെ ബഹിരാകാശ യാത്രികൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ടല്ലോ, അപ്പോൾ പുള്ളിക്കാരൻ ഓരോ ദിവസവും നാളെ പോവും മറ്റന്നാൾ പോകും എന്ന് പറഞ്ഞിട്ട് യാത്ര അടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വരികയാണ്. അപ്പം
കഴിഞ്ഞ ദിവസം പോകേണ്ടതായിരുന്നു. അപ്പം വീണ്ടും യാത്ര മുടങ്ങി. ഇപ്പം 3-4 പ്രാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ യാത്ര ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് എന്തായിരിക്കും പുള്ളിയുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഈ യാത്ര എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു തയ്യാറെടുപ്പാണ്. നമുക്കൊരു യാത്ര എന്ന് പറയുമ്പോൾ ഒരു തയ്യാറെടുപ്പുണ്ട്. നമ്മുടെ ഭൂമിയിൽ സഞ്ചരിക്കുന്ന നമ്മളുടെ തയ്യാറെടുപ്പ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. യാത്ര എന്ന് പറയുമ്പോൾ ഇവിടെ ഭൂമിക്കപ്പുറം പോവുകയാണ്, ബഹിരാകാശത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇവരിങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണ് ടീച്ചർ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിങ്ങനെ നോക്കുമായിരുന്നു, പുള്ളിയുടെ യാത്ര മുടങ്ങി എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞാൽ പറ, എന്നാന്ന് വെച്ചാൽ പറ. അപ്പം ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്നും തീരുമാനമായില്ല. അപ്പോൾ ഇങ്ങനെ പറയാണ്, ചിലർക്കൊക്കെ ഒരു മടിയുള്ളപ്പം പറയണം അപ്പം പോകണം, നമുക്കൊരോ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി കിടന്നുകൊണ്ട് ഒരമ്മയുടെ കാര്യം പറയുകയാണ്. അമ്മ ഇപ്പം കിടപ്പിലായി പോയി. അപ്പം പക്ഷേ ഇപ്പോഴും അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കുറേയൊക്കെ നടക്കുന്നു, കുറച്ചൊന്നും നടക്കാതെ പോയി. പക്ഷെ ഇപ്പോഴും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇനിയൊട്ട് പുള്ളിക്കത് ചെയ്യാനും പറ്റില്ല എന്നൊക്കെയുള്ള മനസ്സിലൊരിതുണ്ട്. അപ്പോൾ ആ അമ്മ ഈ പെൺകുട്ടിയോട് പറയുമെന്ന്, എന്നെപ്പോലെ നീ ആവരുത്, നിനക്ക് പോകണം എന്നുള്ളിടത്ത് പോകണം, നീ ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിൽ നിന്ന് നിനക്ക് പോകാൻ പറ്റുന്നത് പോകണം എന്നൊക്കെ പറയാറുണ്ട് എന്നൊക്കെ പറയണം. അപ്പം പറയാണ്, എല്ലാവരും പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് ഒരു സമയമുണ്ട് യാത്രകൾക്കും മറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും പോകണം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം പറഞ്ഞു വരുമ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള മനസ്സിലുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ യാത്രകൾ ഇഷ്ടമാണ്. അങ്ങനെ പോകുമ്പോഴുണ്ടാകുന്ന സന്തോഷം, നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ എല്ലാവരും സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് പറയുന്നതല്ല, എല്ലാവർക്കും ഇപ്പോഴും ആഗ്രഹം, മനസ്സിന് സന്തോഷം, സമാധാനം, എല്ലാവർക്കും അതാണ്. പിന്നെ ഫുഡൊക്കെ കൊടുക്കുമ്പം ചിലർക്ക് ജിമ്മിൽ പോകുന്ന കാര്യം പറയുന്നുണ്ട്. ചിലർക്കാണെങ്കിൽ ഈ നോൺ വെജൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിച്ചാൽ കൊളസ്ട്രോൾ പ്രശ്നമാണ്. പിന്നെ ചായയ്ക്ക് നല്ല മധുരമായിരുന്നു. അപ്പോൾ അത് മധുരം ഞാനും ഒത്തിരി കുടിച്ചപ്പോഴും എന്തോ മധുരമായത് എന്ന്. ഭയങ്കര മധുരം. എനിക്ക് ഇച്ചിരി മധുരം കുറവ് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ അതിൽ കൂടുതൽ ഭയങ്കരമായിട്ട് മധുരം എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മധുരം. എന്ത് സംഭവിക്കുകയാണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാ വിഷയവും ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ഒരു കുട്ടി വന്നു. നേരത്തെ അവിടെ പഠിച്ചതാണ്. അപ്പോൾ ആ കുട്ടി വന്നിട്ട് എല്ലാവരെയും കണ്ടു. അപ്പം എല്ലാവർക്കും കൊടുക്കാനായിട്ട്, അതിപ്പം സെക്കൻഡ് ഇയർ ഡിഗ്രി പഠിക്കുകയാണ്. അപ്പം കാര്യവട്ടത്താണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം നല്ല ക്യാമ്പസാണല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അത് എല്ലാവർക്കും 2 ടൈപ്പ് ലഡുവൊക്കെ കൊണ്ടുവന്ന് ഓഫീസിൽ കൊടുത്തു. സാറും കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ കാര്യം ഇപ്പം പറയാമായിരുന്നു. അത് ഭയങ്കര സ്മാർട്ട് കുട്ടിയായിരുന്നു. എന്നുവെച്ചാൽ അപ്പോഴെന്ത് തോന്നുന്നു അത് അപ്പോൾ തന്നെ പറയുന്ന കുട്ടിയായിരുന്നു. ഇപ്പം അന്ന് അങ്ങനെ വലിയ ആദ്യമൊക്കെ പഠിക്കാനൊക്കെ പുറകോട്ടായിരുന്നെങ്കിലും പിന്നെ വന്ന് നല്ല മാർക്കോടുകൂടി പാസ്സായി പോയ കുട്ടിയാണ് എന്ന് പറഞ്ഞ് സാറ് പറയാമായിരുന്നു. ഓരോരുത്തർക്കും വന്ന ആ ഒരു മാറ്റം, അപ്പോൾ ആ ഒരു സ്നേഹം ആ കുട്ടിക്ക് ഇപ്പോഴും നമ്മളോട് എല്ലാവരോടും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം പോയിട്ട് ഇത്രയും വർഷമായിട്ടും വീണ്ടും വരുമ്പോൾ നമ്മളെ വന്ന് കാണുന്നതും ആ സ്നേഹം പങ്കിടുന്നതും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പം ഞാനവർക്ക് ശരിയാണ്, നമ്മളെല്ലാവരും ഇത്ര പ്രായമുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു അധ്യാപകനെയോ അധ്യാപികയോ നമ്മുടെ മനസ്സിലെപ്പോഴും, എല്ലാവരുടെയും മനസ്സിലൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സാറ് കാണുമല്ലേ, ഫേവറേറ്റായിട്ട് അല്ലേ, എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ഏതെങ്കിലും ഒരു തലത്തിൽ നമ്മൾക്കൊരക്ഷരം പറഞ്ഞു തന്ന ഒരു സാറിനെ, ഒരു ടീച്ചറിനെ നമുക്ക് ഫേവറേറ്റായിട്ട് എല്ലാവരുടെയും മനസ്സിൽ കാണും. അതാണ് മനസ്സിന് നല്ലതിനെയും ഉൾക്കൊള്ളാൻ കഴിയും, മോശമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. ചിലതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. നമ്മളെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടീച്ചറിനെ അല്ലെങ്കിൽ സാറിനെ മനസ്സിൽ ഇങ്ങനെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് വയ്ക്കുന്നത്? അവരിൽ നിന്ന് നമുക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. നമ്മൾ
ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ നമുക്ക് ദേഷ്യം തോന്നുന്ന ടീച്ചേഴ്സ് കാണും, അല്ലെങ്കിൽ സാറന്മാർ കാണും. കാരണം എന്താണ്, അവർ നമ്മളോട് പെരുമാറിയിട്ടുള്ള രീതി അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലുള്ള സ്ട്രിക്റ്റായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ നമുക്ക് അവരോട് ദേഷ്യമൊക്കെ ആയിരിക്കും. പക്ഷേ പിന്നീട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് അവരെ ഒരുപാട് ഇഷ്ടമായി മാറും. അയ്യോ, ആ ടീച്ചർ അങ്ങനെ പറഞ്ഞു, ആ ടീച്ചർ അങ്ങനെ പറഞ്ഞല്ലോ, സാർ അങ്ങനത്തെ സാറെന്ന് അടിക്കുമെങ്കിലും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നല്ലോ എന്നൊക്കെ കരുതുന്നുണ്ട്. അങ്ങനെയൊക്കെ കരുതുന്ന ഓരോ രക്ഷിതാവും ഇന്നുണ്ടെങ്കിൽ ആ രക്ഷിതാക്കളുടെ മക്കളെ ആ രീതിയിൽ നല്ലതായിട്ട് വളർത്തും. തങ്ങൾ വളർന്നു വന്ന സാഹചര്യം എങ്ങനെയായിരുന്നു, അതുകൊണ്ട് അങ്ങനെയുള്ള സാറുമാരോട് ഈ രക്ഷിതാക്കൾക്ക് പ്രത്യേക ഒരു സ്നേഹം കാണും. കാരണം ടീച്ചേഴ്സ് ഒന്ന് ശകാരിക്കുന്നത് അല്ലെങ്കിൽ തല്ലുന്നത് നമ്മളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ ഒരു രക്ഷിതാവിൻ്റെയും മക്കൾ ഒരിക്കലും വഴിതെറ്റി പോവില്ല. പക്ഷെ അത് മനസ്സിലാക്കണം. പിന്നെ എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്താലും അതെല്ലാം ശരിയാണ് എന്നത് മാറ്റി വയ്ക്കണം. കുട്ടികൾക്കത് തോന്നിക്കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തെ നന്നായിട്ടും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിൻ്റെ ചിന്തകളും അതുവഴി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഴയ കാലത്തിൽ നിന്ന് മാറി വരുമ്പോൾ ഉള്ള കാര്യം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. അതിലൊരു ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സേവ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പം ആ ടീച്ചറിൻ്റെ അമ്മ ഏതോ ഭർത്താവിൻ്റെ അമ്മയോ അല്ലെങ്കിൽ സ്വന്തം അമ്മയോ അവരൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത്, പഴയ ആൾക്കാർ കുറേ പേരിങ്ങനെ ഒന്നും ചിലവാക്കാതെ എല്ലാം പിടിച്ചു വെക്കും. പൈസ ഇങ്ങനെ സേവ് ചെയ്ത് ഭയങ്കരമായിട്ട് ഒരു കാര്യത്തിനും ചിലവാക്കിയില്ലെങ്കിലും കയ്യിൽ കാശ് എപ്പോഴും ഉണ്ടാവണം എന്നുള്ള രീതിയിലുണ്ട്. നല്ലൊരു ഡ്രസ്സ് പോലും വാങ്ങിക്കാതെ ആ പൈസയും കൂടെ സേവ് ചെയ്യാമല്ലോ എന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സേവ് ചെയ്യുന്നതിൽ മാത്രം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്ന് പലർക്കും ഇന്ന് തോന്നുന്നുണ്ട്. ചിലർ കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ ചിലവാക്കും. അതൊരിക്കലും നല്ല കാര്യമല്ല. കിട്ടുന്നതിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് മാറ്റി വയ്ക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പഴയ കാലത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മനസ്സിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി മനസ്സിന് സമാധാനം തരുന്ന രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ടീച്ചർ ഒരു കാര്യം കൂടെ പറഞ്ഞത് ഞാൻ പറയുകയാണ്. അതായത് തലമുറകൾ മാറി വരും. അമ്മമാർക്ക് മക്കളിൽ നിന്ന് കുറേ പ്രതീക്ഷകൾ കാണും, അല്ലേ? മക്കൾക്ക് അമ്മമാരിൽ നിന്നും പ്രതീക്ഷകൾ കാണും. ഇതൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പിന്നീട് അമ്മായിയമ്മ, മരുമകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതും നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന്. ഇപ്പം എൻ്റെ അമ്മായിയമ്മ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഞാൻ കരുതിയാൽ തെറ്റാണ്. അവരൊരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക, അവർ ഇന്നതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ പ്രതീക്ഷകൾ കുറച്ചെങ്കിലും നമുക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് എന്ന് ഇങ്ങനെ ടീച്ചർ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രയോജനം ചെയ്യട്ടെ എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് ഒരു വലിയ കാര്യമാണല്ലോ, അല്ലേ?